ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ഇന്നത്തെ കഥയുടെ പേര് രാജകുമാരിയും അവളുടെ മാന്ത്രിക മുടിയുമാണ്. അതിനാൽ നമുക്ക് കഥ കേൾക്കാം. കുന്നുകളും തിളങ്ങുന്ന നദികൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്ത് ലിസ എന്ന സുന്ദരിയായ രാജകുമാരി താമസിച്ചിരുന്നു. ലിസ രാജകുമാരിക്ക് നീളമുള്ളതും സ്വർണ്ണ നിറത്തിലുമുള്ളതുമായ മുടിയുണ്ടായിരുന്നു. അത് സൂര്യപ്രകാശത്താൽ നൂൽക്കുന്ന സ്വർണ്ണ ഇഴകൾ പോലെ നീളമുള്ളതും സ്വർണ്ണ നിറത്തിലുള്ള മുടിയുമായിരുന്നു. അത് സൂര്യപ്രകാശത്തിൽ നൂൽക്കുന്ന സ്വർണ്ണ ഇഴകൾ പോലെ തിളങ്ങി. എന്നാൽ അവളുടെ മുടിയെ ശമിക്കും സവിശേഷതമാക്കിയത് അതിന്റെ മാന്ത്രിക കഴിവാണ്. ലിസ രാജകുമാരി പാടുമ്പോഴെല്ലാം അവളുടെ മുടി നൃത്തം ചെയ്യുകയും അവളുടെ ഈണത്തോട് താളത്തിനൊത്ത് ആടുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. രാജ്യത്തിന്റെ ജനങ്ങൾ ഈ മോഹിപ്പിക്കുന്ന കാഴ്ചയിൽ ആശ്ചര്യപ്പെട്ടു. അവൾ പാടുന്നത് കേൾക്കാനും അവളുടെ മുടി മാന്ത്രികതയോടെ ജീവനോടെ വരുന്നത് കാണാനും അവർ പലപ്പോഴും കൊട്ടാരമുറ്റത്ത് ഒത്തുകൂടി. എന്നാൽ ലിസ രാജകുമാരിയുടെ മാന്ത്രിക മുടി പ്രദർശനത്തിന് മാത്രമായിരുന്നില്ല. രാജകീയ അവകാശികളായ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു രഹസ്യ ശക്തിയായിരുന്നു അത്. രാജകുമാരിയുടെ മുടിയുടെ പൂട്ടാവ കൈവശം വെച്ചിരിക്കുന്നവർക്ക് വലിയ മാന്ത്രിക വിദ്യ പ്രയോഗിക്കാനും രാജ്യത്തിന് ഐശ്വര്യം കൊണ്ടുവരാനും കഴിയുമെന്നാണ് ഐതിഹ്യം. ഒരു ദിവസം മോർഗന എന്ന പേരുള്ള ഒരു ദുർമന്ത്രവാദി ലിസ രാജകുമാരിയുടെ മാന്ത്രിക മുടിയെക്കുറിച്ച് അറിയുകയും അസൂയയാൽ വിഴുങ്ങുകയും ചെയ്തു. മോർഗന തനിക്ക് വേണ്ടി അധികാരം ആഗ്രഹിച്ചു. രാജകുമാരിയിൽ നിന്ന് അത് മോഷ്ടിക്കാൻ പ്രതിജ്ഞയെടുത്തു. ഇരുട്ടിന്റെ മറവിൽ മോർഗന കൊട്ടാരത്തിലോട്ട് പയ്യെ നുഴഞ്ഞു കയറി. ലിസ രാജകുമാരിയെ മന്ത്രവാദം ചെയ്യാൻ തന്റെ ഇരുണ്ട മാന്ത്രിക വിദ്യ ഉപയോഗിച്ചു. പിറ്റേന്ന് രാവിലെ ലിസ ഉണർന്നപ്പോൾ അവളുടെ മുടിയുടെ മാന്ത്രികത നഷ്ടമായെന്ന് അവൾ കണ്ടെത്തി. അതിനാൽ രാജകുമാരി ഭയങ്കര വിഷമത്തിലായി. തന്റെ തലമുടിയുടെ മാന്ത്രികത പുനഃസ്ഥാപിക്കാൻ ഹൃദയം തകർന്ന ലിസ രാജകുമാരി പുരാണത്തിലെ സുവർണ പുഷ്പം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടു. തന്റെ വിശ്വസ്തനായ വളർത്തു തത്തയുടെ പേടിയുടെ സഹായത്തോടെ ലിസ രാജകുമാരി സ്വർണ്ണപുഷ്പം വിരിയുമെന്ന് പറയപ്പെടുന്ന മാന്ത്രിക വനത്തിലോട്ട് ആയത്തിൽ യാത്ര ചെയ്തു. വഴിയിൽ അവർ എല്ലാത്തരം മാന്ത്രിക ജീവികളെയും കണ്ടുമുട്ടി. വികൃതികളായ യക്ഷികൾ മുതൽ ബുദ്ധിമാനായ വൃക്ഷ ആത്മാക്കൾ വരെ അതിലുണ്ടായിരുന്നു. അവർ കാടിന്റെ ആഴങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ലിസ രാജകുമാരിയുടെ പ്രതീക്ഷ അസ്തമിച്ചു തുടങ്ങി. എന്നാൽ അവൾ ഉപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ പോളി മരങ്ങൾക്കിടയിലൂടെ
വീട്ടിലോട്ട് തിരിച്ച് രക്ഷപ്പെട്ടു. കഥ എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ? ഇങ്ങനെയുള്ള കഥകളെല്ലാം കേൾക്കാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ്